വിശദമായ വാർത്തകളിലേക്ക്. തലസ്ഥാനത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ SFI ജില്ലാ പ്രസിഡന്റ് വിജയ് വിമാൽ പോലീസ് പിടിയിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം 26 ആയി. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയാണ് അറസ്റ്റിലായ വിജയ് വിമാൽ. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എങ്ങനെയാണ് നിലവിലെ നടപടികൾ പുരോഗമിക്കുന്നത്? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഇ ഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന് നേരെയും ഉദ്യോഗസ്ഥർക്ക് നേരെയും വലിയ രീതിയിലുള്ള കയ്യേറ്റ ശ്രമം CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളായ SFIയുടെ പ്രതിനിധികൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. ഏകദേശം 25ഓളം പേരെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം SFIയുടെ ജില്ലാ പ്രസിഡന്റ് വിജയ് വിമലിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പോലീസ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നൽകിയ നോട്ടീസിൽ ഇയാളുടെ അടക്കം പേരുകൾ മുന്നോട്ട് വെച്ചിരുന്നു പോലീസ്. പക്ഷേ ആ പോലീസ് വെച്ചിരുന്ന ലിസ്റ്റിലുള്ള ആളുകളെ മുഴുവനുമായും വിട്ടു നൽകാൻ CPM പ്രവർത്തകർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ അഞ്ചുതെങ്ങ് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള വിജയ് വിമലിനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 26 ആയിരിക്കുകയാണ്. അതായത് കൂടുതൽ പേരുടെ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കൂടുതൽ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ ഇ ഡിയുടെ തീരുമാനം. വിഷ്ണു, എന്തായാലും നിർണായകമായ നടപടികളാണ് ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.